ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കടച്ചക്ക കറിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ കടച്ചക്കൻ്റെ സീസൺ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് മൂത്ത കടച്ചക്ക നോക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് പിന്നെ ഒരു കൂഞ്ഞു പോലത്തെ സാധനം ഉണ്ടാവും, അതും ചെത്തിക്കളയുക. അതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്താണ്. പിന്നെ ഞാനിതൊരു കുക്കറിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ആവശ്യമുള്ളത് കുറച്ചധികം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയുള്ളി എടുക്കാം. പക്ഷേ വലിയുള്ളിനേക്കാളും ടേസ്റ്റ് ഉള്ളത് ചെറിയുള്ളി ഇടുമ്പോഴാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്ത് തന്നെ 2 പച്ചമുളകും കൂടി ഇടേണ്ടതാണ്. ഞാൻ അതിന് ശേഷമാണ് ഇട്ടത്. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ ഇടുന്നത്. അങ്ങനെ കഷ്ണം മുങ്ങിയിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ 2 വിസിലാണ് വരുത്തിയത്. ഞാൻ കുറച്ച് വലിയ കഷ്ണമാക്കിയിട്ട് തന്നെയാണ് മുറിച്ചിട്ടിട്ടുള്ളത്. തീരെ സ്ലൈസ് ആക്കിയിട്ടല്ല കേട്ടോ മുറിച്ചത്. അപ്പോൾ 2 വിസിൽ വരുമ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തേങ്ങ വറുക്കണം. അപ്പോൾ തേങ്ങ ചിരവി എടുത്തതിന് ശേഷം അതിൽ കുറച്ച് പിന്നെ കറിവേപ്പിലയും അതേപോലെ പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകം തന്നെ എടുക്കണം കേട്ടോ. പെരിഞ്ജീരകം ഇട്ടിട്ട് വെളിച്ചെണ്ണയിലാണ് തേങ്ങ വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് ആ ഒരു നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ ഓയിലും അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. എൻ്റെത് കുറച്ച് മൂപ്പ് അധികമായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രദ്ധ ഒന്ന് വിട്ടുപോയപ്പോഴേക്കിനും പക്ഷേ കരിഞ്ഞു പോകാണ്ട് എടുക്കുക. പിന്നെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നതാണ് തേങ്ങ. എന്നിട്ട് ഈ കഷ്ണം ഒന്ന് ഉടയ്ക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളക്കുമ്പോഴാണ് ആ ഒരു മസാലയൊക്കെ കഷ്ണത്തിലേക്കൊക്കെ പിടിക്കുക. പിന്നെ അതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും കടുകും തേങ്ങാക്കൊത്താണ് കേട്ടോ വറവിട്ടിട്ടുള്ളത്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വറവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു. നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റിൽ ഇടുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.